വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഗാബ്രിയേൽ ഗാർഷ്യ മാർക്വേസ് രചിച്ച ദ സെയിന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ വിശുദ്ധ കന്യ. സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. വിശുദ്ധ കന്യ. റോമിലെത്തിയതിൻ്റെ പിറ്റേന്നു മുതൽ തന്നെ മാർഗരിറ്റോ ഡ്യുവേർട്ട് തൻ്റെ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. ആദ്യം റോമിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാനായി പ്രവർത്തിക്കുന്ന നയതന്ത്രജ്ഞരായ ചില വ്യക്തികളുടെ സഹായത്തോടെ. എന്നാൽ താൻ ആശ്രയിച്ച വ്യക്തികൾ കാര്യങ്ങൾ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന നിയമവിദഗ്ധരല്ല, മറിച്ച് സഹതാപാർഹമായ വിധത്തിൽ കരുക്കൾ നീക്കാൻ ശ്രമിക്കുന്ന ചില അവിദഗ്ധ ദല്ലാളന്മാർ മാത്രമാണെന്ന് താമസിയാതെ തന്നെ അയാൾക്ക് മനസ്സിലായി. അതിനുശേഷം വത്തിക്കാൻ ഔദ്യോഗികമായി തന്നെ നിയോഗിച്ചിട്ടുള്ള ചില വളണ്ടിയർമാർ റോമിലുള്ള കാര്യം അയാൾ മനസ്സിലാക്കുകയും അവരിൽ ചിലരുമായി അയാൾ അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു. തൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായതുകൊണ്ട് തികച്ചും സന്ദേഹിയായിരുന്ന ഡ്യുവേർട്ട് അപ്പാർട്ട്മെന്റിലെ സഹജീവികളായ ഞങ്ങളോട് കാര്യമായ അടുപ്പമൊന്നും പുലർത്തിയിരുന്നില്ല. അതിനാൽ വളണ്ടിയർമാരായ അത്തരം വ്യക്തികൾ റോമിൽ 1000-ലേറെ ഉണ്ടാകാമെന്നും അതുകൊണ്ട് അവരിലൂടെയുള്ള ശ്രമങ്ങൾക്ക് നല്ല പരിമിതി ഉണ്ടാകാമെന്നുമുള്ള യഥാർത്ഥ വസ്തുത അയാളെ ധരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുമില്ല. എങ്കിലും സ്വന്തം ശ്രമങ്ങളിലൂടെ തന്നെ കണ്ടെത്തിയ ചില മതസംഘടനകളിലൂടെയും മാനവിക പ്രസ്ഥാനങ്ങളിലൂടെയും അയാൾ സ്വന്തം നിലയിൽ തന്നെ തൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഈ മതസ്ഥാപനങ്ങളും മാനവിക സംഘടനകളുമെല്ലാം അയാളെ ഒരുവിധം നന്നായി ശ്രവിച്ചിട്ടുണ്ടാകാമെങ്കിലും അവരൊന്നും ഇക്കാര്യത്തിൽ എടുത്തു പറയത്തക്ക രീതിയിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയോ വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്തില്ല. വിശുദ്ധ പാപ്പാജിയുടെ മടങ്ങിവരവിലൂടെയല്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇതെന്ന അവരുടെ അനുഭവ പരിചയം തന്നെയായിരുന്നു കാരണം. വിശുദ്ധ പാപ്പാജിയുടെ ഡയഫ്രത്തിന്റെ പ്രശ്നമാകട്ടെ ആധുനിക വൈദ്യശാസ്ത്രത്തെയും ലോകമൊട്ടാകെയുള്ള പ്രാർത്ഥനകളെയും പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാസങ്ങളോളം നീണ്ടുപോവുകയും ചെയ്തു. അവസാനം ജൂലൈ മാസത്തിൽ പാപ്പാജി തൻ്റെ അസുഖത്തിൽ നിന്ന് മുക്തനാവുകയും സമ്മർ വെക്കേഷൻ ചെലവഴിക്കാനായി അദ്ദേഹം ഗ്രാൻഡൽഫോ കാസിൽ എത്തുകയും ചെയ്തു. ആദ്യമേ തന്നെ കുഞ്ഞിന്റെ പൂർണ്ണ ശരീരമൊന്നും പാപ്പാജിയെ കാണിക്കാൻ മുതിർന്നേക്കരുതെന്ന വിദഗ്ധോപദേശം ലഭിച്ചിരുന്നതുകൊണ്ട് അവളുടെ വിരൽ നഖങ്ങളിൽ ഒന്നിന്റെ അഗ്രം ലാവൻഡർ സുഗന്ധമിശ്രിതത്തിൽ മുക്കിയാണ് ഡ്യുവേർട്ട് പാപ്പാജിയുടെ ആദ്യ ആഴ്ചയിലെ അനുഗ്രഹ ദർശന സമ്മേളനത്തിൽ എത്തിയത്. പാപ്പാജി അത് വാങ്ങി സാത്ഭുതം വീക്ഷിക്കുമെന്നും വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ഭക്തജനങ്ങളിലേക്ക് അത് കൈമാറുമെന്നും ഒക്കെയാണ് ഡ്യുവേർട്ട് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതുണ്ടായില്ല. പകരം പാപ്പാജി 6 ഭാഷകളിൽ തയ്യാറാക്കപ്പെട്ടിരുന്ന ഡ്യുവേർട്ടിന്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന കയ്യിൽ വാങ്ങി സദസ്സിന് മുൻപാകെ വായിക്കുകയും ഒരു സാധാരണ അനുഗ്രഹ ഭാഷണത്തോടെ അന്നത്തെ ചടങ്ങ് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. അതോടെ വളണ്ടിയർമാരെയും മതസംഘടനകളെയും ഒക്കെ അവരുടെ പാട്ടിന് വിട്ട് സ്വന്തം നിലയ്ക്ക് തന്നെ മുൻപോട്ട് പോവുകയേ വഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഡ്യുവേർട്ട് 60 പേജ് വരുന്ന ഒരു കത്ത് സ്വയം തയ്യാറാക്കി അത് വത്തിക്കാൻ സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ചു. എന്നാൽ വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ ക്ലറിക്കൽ വിഭാഗം എല്ലാ ഫോർമാലിറ്റികളും സഹിതം അയാളുടെ കത്ത് സ്വീകരിച്ചുവെങ്കിലും അവരതിന് രസീതൊന്നും നൽകിയില്ല. കൂടാതെ അവരിലൊരാൾ നടപ്പുവർഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 800-ലേറെ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ഹൈറാർക്കിയൽ ചാനലുകളിലൂടെ തന്നെ അത്തരം സമർപ്പണങ്ങൾ നടത്തിയിട്ടുള്ള കാര്യം അയാളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഭാരമില്ലായ്മയുടെ കാര്യമെങ്കിലും ഒന്ന് പരിശോധിച്ചുകൂടെ എന്ന അയാളുടെ അപേക്ഷയനുസരിച്ച് അഡ്മിനിസ്ട്രേഷനിലെ വിദഗ്ധ സമിതിയിലെ അംഗങ്ങളിലൊരാൾ അക്കാര്യം പരിശോധിക്കുകയും
എന്നാൽ കുഞ്ഞിൻ്റെ ശരീരത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന കാര്യത്തിൽ അയാൾ പരിപൂർണ നിശബ്ദത പാലിക്കുകയും ചെയ്തു. എന്തായാലും ഇത് കൂട്ടായി ചർച്ച ചെയ്ത് മാത്രം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്, അയാൾ പറഞ്ഞു. പിന്നീട് ഓരോ ദിവസവും ഒഴിവുവേളകളിലും ഒന്നും ചെയ്യാനില്ലാത്ത ഞായറാഴ്ചകളിലും മാർഗരിറ്റോ മുറിയിൽ തന്നെ ഇരുന്ന് തൻ്റെ കേസിന് പ്രസക്തമായ പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ മാസത്തിൻ്റെയും അവസാനം അയാൾ ഒരു സീനിയർ ക്ലർക്കിൻ്റെ മനോഹരമായ കൈപ്പടയിൽ തൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള ഓരോ ആളും അയച്ചു തന്ന സംഭാവനകളുടെയും ചെലവുകളുടെയും കൃത്യവും പൂർണ്ണവുമായ കണക്കുകൾ തയ്യാറാക്കി. അങ്ങനെ റോമിൽ തങ്ങാൻ തുടങ്ങിയ ആദ്യ വർഷത്തിൽ തന്നെ അയാൾ ഒരു റോമാക്കാരനെ പോലെ തന്നെ റോമൻ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കുകയും തൻ്റെ ആൽഡിയൻ സ്പാനിഷിൽ എന്ന പോലെ ഇറ്റാലിയനിലും അയാൾ സംഭാഷണം ചെയ്തു തുടങ്ങുകയും ചെയ്തു. കൂടാതെ ഈ ആദ്യ വർഷത്തിൽ തന്നെ അയാൾ പതിവായി താൻ ധരിച്ചു വന്നിരുന്ന ശ്മശാന ജീവനക്കാരുടേതുപോലുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും റോമിലെ ടിപ്പിക്കലായ ചില വിശുദ്ധ സമൂഹങ്ങളിലെ വ്യക്തികൾ ധരിക്കുന്നത് പോലെയുള്ള മതപരമായ ചിഹ്നങ്ങളുള്ള പ്രത്യേകതരം വസ്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു. എല്ലാ ദിവസവും മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ചില തീരുമാനങ്ങളുമായി രാവിലെ തന്നെ അയാൾ ലോഡ്ജിൽ നിന്നും ഇറങ്ങി. ചില ദിവസങ്ങളിൽ വളരെ ക്ഷീണിതനായാണ് അയാൾ മടങ്ങി വന്നതെങ്കിലും അടുത്ത ദിവസം വീണ്ടും പുതിയ പ്രതീക്ഷയുടെ സ്ഫുരണവുമായി തന്നെ പുറപ്പെടാനും അയാൾക്ക് കഴിഞ്ഞു. വിശുദ്ധർ അവരുടെ സമയമെത്തുമ്പോൾ സ്വയം വെളിപ്പെടുക തന്നെ ചെയ്യും, അയാൾ പറഞ്ഞു. എൻ്റെയും റോമിലേക്കുള്ള ആദ്യ വരവ് തന്നെയായിരുന്നു അക്കാലത്തേത്. റോമിലെ എക്സ്പെരിമെൻ്റൽ ഫിലിം സെൻ്ററിൽ ഞാൻ തീവ്രാഭിലാഷങ്ങളുമായി അതേക്കുറിച്ച് പഠിക്കുന്ന കാലമായിരുന്നു അത്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റായ പെൻസിയോണെ വാസ്തവത്തിൽ ബൂർഷ്വാസി വില്ലയ്ക്കടുത്തുള്ള ഏറ്റവും മോഡേണായ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾ ബെല്ല മരിയ എന്ന് വിളിച്ചിരുന്ന അതിൻ്റെ ഉടമസ്ഥ അതിലെ 2 മുറികൾ സ്വന്തമായി എടുക്കുകയും മറ്റുള്ളവ വിദേശീയരായ വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. മധ്യവയസ്സിലെത്തിച്ചേർന്ന ദൃഢമനസ്കയായ ഒരു പ്രൗഢസുന്ദരിയായിരുന്നു അവർ. റൂമുകളുടെ കാര്യത്തിൽ ഓരോരുത്തരും അവരവരുടെ മുറികളുടെ രാജാക്കന്മാർ എന്ന നിലപാടായിരുന്നു അവരുടേത്. എന്നാൽ അവരുടെ ജ്യേഷ്ഠത്തിയായ ആന്റോണിറ്റ അമ്മായി ആകട്ടെ അപ്പാർട്ട്മെന്റിലെ ദൈനംദിന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കഠിന പ്രയത്നം തന്നെ ചെയ്തു. ചിറകില്ലാത്ത ഒരു മാലാഖ തന്നെയായിരുന്നു അവർ. ഓരോ മണിക്കൂറും ചൂലും ബ്രഷും എടുത്ത് തറയിൽ പതിപ്പിച്ചിരുന്ന ഓരോ ഓടും മാർബിളും തൻ്റെ കഴിവിനും അപ്പുറം എന്ന വിധം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. അവരിൽ നിന്നാണ് ചെറിയ പാടുന്ന കിളികളെ കറിവെച്ച് കഴിക്കുന്ന വിധം ഞങ്ങൾ പഠിച്ചത്. അവരുടെ ഭർത്താവ് ബെർത്തോളിൻഡോ പട്ടാളത്തിൽ നിന്നും മടങ്ങി വന്നപ്പോൾ കൊണ്ടുവന്നിരുന്ന ഒരു ശീലമായിരുന്നു അത്. അവർ തന്നെയാണ് ബെല്ല മരിയയുടെ വാടക സഹിക്കാനാവാതെ വന്നപ്പോൾ മാർഗരിറ്റോവിന് തൻ്റെ മുറിയോട് ചേർന്ന ഒരു ചെറിയ മുറി നൽകി അയാളെ പെൻസിയോണെ അപ്പാർട്ട്മെന്റിൽ തന്നെ സംരക്ഷിച്ചു നിർത്തിയത്. എന്നാൽ ഈ റൂം മാറ്റവും മാർഗരറ്റോവിന്റെ ജീവിതത്തിൽ പ്രത്യേക മാറ്റമൊന്നും വരുത്തിയിരുന്നില്ല. അയാളുടെ എല്ലാം പഴയ രീതിയിൽ തന്നെ തുടർന്നു. അക്കാലത്ത് എന്നും രാവിലെ ബൂർഷ്വാസി വില്ലയിലെ മൃഗശാലയിലെ സിംഹത്തിന്റെ ഭയാനകമായ അലർച്ച കേട്ടാണ് ഞങ്ങളെല്ലാം ഉറക്കമുണർന്നിരുന്നത്.